നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു സിനിമ. പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ആ സിനിമയോട് സ്നേഹം തോന്നുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ അണിയറ പ്രവർത്തകരെല്ലാം ഇവർ സിനിമയിൽ വരുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ഏറ്റവും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. ഇപ്പോഴും സുഹൃത്തുക്കളാണ്. പിന്നീട് ഈ സിനിമയുടെ ലൊക്കേഷൻ കൊല്ലത്തിൻ്റെ സ്വന്തം സിനിമയാണ്. കാരണം ഈ സിനിമ ഏറെക്കുറെ പൂർണ്ണമായിട്ട് കൊല്ലത്തെ വിവിധ പ്രദേശങ്ങളിൽ വെച്ചാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഇതിലെ നടീനടന്മാരും സാങ്കേതിക വിദഗ്ധരും ഒക്കെ ഏതെങ്കിലും വിധത്തിൽ കൊല്ലവുമായി ബന്ധപ്പെട്ടവരാണ്. പിന്നീട് അതിനൊക്കെ ഉപരിയായിട്ട് നമ്മൾ പത്രമാധ്യമ പ്രവർത്തകർക്കൊരു പ്രത്യേക സ്നേഹം എന്ന് പറയുമ്പോൾ ഇന്ദുഗോപനെക്കുറിച്ച് നമ്മളാരും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ മാധ്യമ പ്രവർത്തകൻ കൂടിയായിരുന്നു. ഇപ്പോഴും അദ്ദേഹം മാധ്യമപ്രവർത്തനം നടത്തുന്നുണ്ട്. അദ്ദേഹമാണ് ഈ പൊന്മാൻ എന്ന് പറയുന്ന ഈ സിനിമയുടെ തിരക്കഥ. അദ്ദേഹത്തിൻ്റെ കഥയെ ആധാരമാക്കിയാണ് തിരക്കഥാകൃത്തുക്കളിൽ ഒരാൾ. അദ്ദേഹത്തിൻ്റെ 3-4 ചെറുപ്പക്കാർ എന്ന് പറയുന്ന 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന കഥയിൽ ഞാൻ വായിച്ചിട്ടില്ല, അതുകൊണ്ടാണ് തെറ്റുപറ്റിപ്പോയത്. വായിക്കണം ഇനിയിപ്പോൾ. 4-5 ചെറുപ്പക്കാർ എന്ന കഥയെ ആധാരമാക്കിയാണ് ഈ സിനിമയുടെ തിരക്കഥ എഴുതിയിട്ടുള്ളത്. ആ കഥയാണ് ഈ സിനിമ. ഇറങ്ങി വന്നവരോടൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ വളരെ മനോഹരമായിരിക്കുന്നു എന്നാണ്. നെഗറ്റീവിനായിട്ട് ഒരു കാര്യം പോലും ആരും പറഞ്ഞിട്ടില്ല. അത് ഈ സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. അതുകൊണ്ട് തന്നെയാണ് അടുത്ത ദിവസം തന്നെ ഈ സിനിമ കാണണമെന്ന് ഞാൻ തീരുമാനിച്ചത്. അതുപോലെ തന്നെ ഇനി ഈ സിനിമ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ആ സിനിമ കാണണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അവൻ്റെ പെങ്ങളുടെ കല്യാണം 25 പവൻ കൊടുക്കാൻ നേരിട്ടിരിക്കുക. അവൻ ബാക്കി പൊന്നെ നമ്മളൊപ്പിക്കണോ? പ്രശ്നമുണ്ട്. എവിടാ പ്രശ്നമില്ലാത്തത്? എത്രത്തോളം പ്രശ്നം? അതാ പ്രശ്നം. അതുപോലെ അല്ലടാ, അവൻ പറഞ്ഞ പോലെ ചെയ്യുന്ന. ആ കഥയെ ആധാരമാക്കി 2 പേരാണ് ഈ തിരക്കഥ എഴുതിയിട്ടുള്ളത്. GR ഇന്ദുഗോപനും ജസ്റ്റിൻ മാത്യു. ഇന്ദുഗോപനെ നമുക്കറിയാം, ഒരുപാട് സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുണ്ട്. നല്ല നല്ല കഥകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. പിന്നീട് ജസ്റ്റിൻ മാത്യുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാം കണ്ടൊരു സിനിമയാണ് മിന്നൽ മുരളി. അതിൻ്റെ തിരക്കഥയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇത് എഴുതിയെന്നാണ് എൻ്റെ ഒരു ഞാൻ വിചാരിക്കുന്നത്. ഞാൻ കള്ളിൻ്റെ പുറത്ത് എൻ്റെ കുത്തിനെ പിടിച്ചു, നീ പച്ചയ്ക്ക് എൻ്റെ കുത്തിനെ പിടിച്ചു. GR ഇന്ദുഗോപൻ്റെ 4-5 ചെറുപ്പക്കാർ എന്ന കഥയെ ആസ്പദമാക്കി ഞാൻ സംവിധാനം ചെയ്ത സിനിമയാണ് പൊന്മാൻ. അത് എല്ലാ ജനഹൃദയങ്ങളിൽ എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. സന്തോഷമല്ല, അതിയായ സന്തോഷമുണ്ട്. ഇപ്പം നമ്മളിവിടെ കൂടിയേക്കുന്നത് കൊല്ലത്തെ കലാകാരന്മാരാണ്. നമ്മുടെ മുമ്പിലിരിക്കുന്നതും നമ്മുടെ കൂടി ഇരിക്കുന്നതും എല്ലാം കൊല്ലംകാരാണ്. ജസ്റ്റിൻ മാത്രമേ ഉള്ളൂ കോട്ടയം. അപ്പം നമ്മുടെ ഈ കൊല്ലത്തിൻ്റെ ഒരു പല ആൾക്കാർ സിനിമയെപ്പറ്റി വിളിച്ച് ചോദിക്കുമ്പം നമ്മളോട് പറയുന്നത് നിങ്ങൾ കൊല്ലംകാരനാണോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ കൊല്ലംകാരനല്ല. ഞാൻ കൊല്ലത്ത് വന്ന് ചേർന്നൊരു മനുഷ്യനാണ്. ഞാൻ 22 വർഷമായി സജീവമായി കൊല്ലത്ത് ഇടപെടുകയും എൻ്റെ ഒരു 8 കൊല്ലക്കാലം ഞാൻ കൊല്ലത്താണ് ജീവിച്ചിരുന്നത്. എൻ്റെ കൗമാരപ്രായം ചെലവഴിച്ച സ്ഥലമാണ് കൊല്ലം. ആ കാലത്ത് എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, മോന്തായം. അതിലെ ഒരാളാണ് രാജേഷ് ശർമ്മ. അങ്ങനെ ഉള്ള ഞങ്ങളൊരു മോന്തായം കൂട്ടായ്മയിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഒരു കഥയെ ആസ്പദമാക്കി നടന്നൊരു അനുഭവമാണ് GR ഇന്ദുഗോപൻ 4-5 ചെറുപ്പക്കാർ എന്നുള്ള നോവൽ എഴുതിയത്. ആ നോവലാണ് ഞങ്ങൾ സിനിമയാക്കിയത്. അതിൽ ഈ സിനിമയിലെ PP അജേഷ് എന്ന് ഞങ്ങൾ കഴിഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിരുന്നു. കൊല്ലത്ത് എവിടെയോ ഉണ്ട്. അദ്ദേഹത്തെ ഞങ്ങൾ അന്നത്തെ രാത്രി മാത്രമേ അറിയുള്ളൂ. PP അജേഷ് വന്ന് ആ പെണ്ണ് കൊണ്ടുപോയി എന്ന് പറയുന്നിടം വരെ ഉള്ളൂ റിയൽ ലൈഫ്. ബാക്കി ഇന്ദുഗോപൻ ചേട്ടൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് ആ പുസ്തകം. അത് നമ്മൾ സിനിമയാക്കിയതാണ്. അപ്പോൾ അജേഷ് കൊല്ലത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട്ടൊന്ന് ബന്ധപ്പെടണം. അത് ഏത് മെയിൽ ID കൊടുത്തേക്കുന്ന ന്യൂസിൽ മെയിൽ ID നമ്മൾ അതിൽ ആ പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ കൊല്ലത്ത് എവിടെയെങ്കിലും അജേഷ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അജേഷിനെ കാണാൻ ആഗ്രഹിക്കുന്നു. പ്രസ് ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ടാലും മതി. അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലായോ? നീ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ ആലോചിക്കണം. നിന്റെ പെങ്ങടെ കെട്ടുവരുവാന്ന് ഓർത്തോണം. പിന്നെ നിങ്ങൾ എന്നെ നന്നായിട്ടൊന്ന് ട്രീറ്റ് ചെയ്താൽ മതി. നമ്മൾ എഴുതിയ ഒരു ചലച്ചിത്രം വലിയൊരു വിജയമെന്ന് പറയുമ്പം കമേഴ്സ്യലി മാത്രമല്ല, വളരെ ക്രിട്ടിക്കലി ആയിട്ടൊരു വിജയമായി മാറി. ഇപ്പം ഞാൻ ജോലി ചെയ്ത മാധ്യമരംഗത്ത് നിന്നുള്ള പത്രങ്ങൾ വലിയ മാർക്ക്
നൽകിക്കൊണ്ട് എല്ലാ പത്രങ്ങളും ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ ഈ ആർട്ട് വർക്കിനെ എന്തുകൊണ്ട് വളരെയേറെ അതിനെ ശ്ലാഘിച്ചു എന്നുള്ളതിൻ്റെ പ്രധാന ഉത്തരവാദികൾ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരാണ്, പ്രധാനമായിട്ടും ജ്യോതിശങ്കറാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അപ്പം ഞാനൊരു കൊല്ലംകാരൻ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ സ്ഥലം ഇരവിപുരത്താണ്. ഇരവിപുരം എന്നോട് അവിടെ മുതൽ വരുന്ന ലാറ്റിൻ കാത്തലിക് ആയിട്ടുള്ള ഞങ്ങൾ വളരെ ഇഴുകി ജീവിക്കുന്ന ആൾക്കാരെന്നുള്ള രീതിയിൽ അവരുടെ ഒരു സംസ്കാരം എനിക്ക് വളരെ സാഹോദര്യപൂർവ്വം എനിക്കറിയാവുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്കതിൽ വലിയൊരു വൈഷമ്യം എനിക്കതിലുണ്ടായില്ല. അതുകൊണ്ടാണ് ജ്യോതിഷിൻ്റെയൊക്കെ ജീവിതത്തിൽ ഒരു രാത്രിയിൽ സംഭവിച്ച് ഞാനിങ്ങനെ എല്ലാം ടൈപ്പ് ചെയ്തെടുക്കുമായിരുന്നു ഇവരുടെ ജീവിതം. ഞാൻ ശർമ്മയുടെ അടുത്ത് പോയി, ഇവരുടെ അടുത്ത് പോയി ഇവരുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്ന് ജ്യോതിഷ് ചോദിക്കുന്നിടത്താണ് തുടങ്ങുന്നത്. അന്ന് ഞങ്ങൾക്ക് അത് കഴിയാതെ വന്നു അതിൽ നിന്നൊരു കഥയുണ്ടാക്കിയത്. പക്ഷേ ജ്യോതിഷിൻ്റെ നിരന്തരമായ നിർബന്ധത്തിൻ്റെ വഴങ്ങി ഞാൻ അന്ന് ടൈപ്പ് ചെയ്തെടുത്ത അത് തന്നെ ഒരു നോവലിൻ്റെ അത്രയുണ്ട്. ടൈപ്പ് ചെയ്തെടുത്തതിൽ ഒരു വരി ഇങ്ങനെ തെളിഞ്ഞു വരികയായിരുന്നു. ഒരു രാത്രിയിൽ ഞങ്ങൾ ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ സ്വർണവുമായി എത്തിയ ഒരു ജ്വല്ലറിക്കാരൻ പയ്യൻ എന്നെ പറ്റിച്ചുകൊണ്ട് പെണ്ണ് പിറ്റേന്ന് സ്ഥലം വിട്ട് പോയി. പിന്നീട് എന്ത് സംഭവിച്ചെന്ന് അറിയില്ല, ഞങ്ങൾ നേരെ തിരിച്ചു പോരുന്നു എന്ന് പറയുന്ന ഒരു വരി എവിടെയോ രേഖപ്പെടുത്തിയിട്ടത് നിന്നാണ് സത്യത്തിൽ ഞാൻ ആലോചിച്ച് എവിടെയായിരിക്കും ആ പയ്യൻ, എന്ത് സംഭവിച്ചിരിക്കും എന്നിടത്താണ് ഇപ്പോൾ ബേസിൽ ജോസഫ് ചെയ്ത പി അജേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രത്തിൻ്റെ പുനർജനി. അല്ലെങ്കിൽ അപ്പോൾ യഥാർത്ഥത്തിൽ പി അജേഷ് എന്ന് പറഞ്ഞാൽ ആ പയ്യൻ അന്ന് രാത്രിയിൽ പോയിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിലും അതിൻ്റെ സംവിധായകൻ എന്നുള്ള രീതിയിലും മറ്റെല്ലാവർക്കും അറിയാൻ ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അത് പറഞ്ഞത്. അജേഷ് ഉണ്ടെങ്കിൽ അന്നത്തെ അദ്ദേഹത്തിന് സ്വർണ്ണം നഷ്ടപ്പെട്ടോ തിരിച്ചു കൊടുത്തോ ഒന്നും ഞങ്ങൾക്കറിയില്ല. ഉണ്ടെങ്കിൽ അതിന് തുല്യമായ അന്നത്തെ കാലത്തുള്ള സ്വർണത്തിൻ്റെ വിലയ്ക്ക് തുല്യമായ ഇത് കൊടുക്കാമെന്ന് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ സമ്മതിച്ചിട്ടുണ്ട്. ബേസിൽ ജോസഫ് സമ്മതിച്ചിട്ടുണ്ട്. വാശി ഉണ്ടെങ്കിൽ ചെന്ന് വാങ്ങിച്ചിട്ട് വരാനല്ലേ പറഞ്ഞു. വാശി ഉണ്ടടാ, എന്റെ ചോറിലാടാ നീ നിന്റെ പെങ്ങളുടെ മണ്ണ് വാരിയിട്ടും. ആ മണ്ണുള്ള ചോറ് തിന്നിട്ടാണ് ഞാൻ എന്റെ പൊന്നു വാങ്ങിച്ചോണ്ട് വരുവാടാ. പള്ളി മുതലാണോ തോന്നിയാസം കാണിക്കുന്നത്? ഓ എന്നാ പിന്നെ ശരി, തന്റെ വിധി പോലെ. അത് കുഴപ്പമില്ലേ, ചങ്കുറപ്പുള്ളൊരുത്തൻ വന്നെന്ന് വിചാരിച്ചാൽ പി അജേഷ്. ജ്യോതിഷ് ഒരു സാഹിത്യകൃതി ചലച്ചിത്രമാകുമ്പോൾ അതിൽ നിന്ന് അതിൻ്റെ സാരാംശങ്ങൾ ചോർന്നു പോകും. ഇല്ലാതാവണമെന്ന് പറഞ്ഞുള്ളൊരു പിടിവാശികളിലാണ് ഈ ചിത്രത്തിൻ്റെ ഒറിജിനാലിറ്റി നിൽക്കുന്നത്. ഈ ചിത്രം എവിടെയാണ് സംഭവിച്ചത് അവിടെ തന്നെ ചിത്രീകരിക്കണമെന്നുള്ള ജ്യോതിഷിൻ്റെ പിടിവാശി. ചില സമയത്തൊക്കെ അതൊരു വലിയ പിടിവാശികളാണെന്ന് പലർക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും അവസാന ദിവസം ആ ആർട്ടിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ആ സംവിധായകൻ്റെ വിജയമായി ചലച്ചിത്രം മാറി എന്നുള്ളതാണ്. ഇത് കായൽ പ്രദേശങ്ങളിൽ, വയനാട് താന്നി പ്രദേശങ്ങളിലാണ് ചിത്രീകരിച്ച് അതിനുശേഷം ഇത് കായൽ പ്രദേശങ്ങളായ മൺട്രോത്തുരുത്തിലേക്കാണ് ഈ പെൺകുട്ടിയുടെ ജീവിതം മാറുന്നത്. അവിടെ തന്നെ ചിത്രീകരിക്കണമെന്നുള്ള ജ്യോതിഷിൻ്റെ വാശി വിജയിച്ചതുകൊണ്ടാണ് ചരിത്രത്തിൽ എന്ന് കാലത്തും പറയാൻ പറ്റുന്ന രീതിയിൽ കൊല്ലം അടയാളപ്പെടുത്തുന്ന ഒരു ചലച്ചിത്രമായിട്ട് ഇത് എക്കാലവും മലയാള സിനിമയുടെ ചരിത്രത്തിൽ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു കൊല്ലംകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. സാനു ജോൺ വർഗീസിൻ്റെ കഥ പറയുന്നുള്ള രീതിയിലുള്ള ക്യാമറ വർക്ക്. മറ്റൊന്ന് ബേസിൽ ജോസഫ് ജ്യോതിഷിനോടൊപ്പം തന്നെ നിന്നുകൊണ്ട് ഇതൊരു ബൈബിൾ പോലെ, അദ്ദേഹത്തിൻ്റെ വാചകം തന്നെ പറയും, ബൈബിൾ പോലെ ഈ പുസ്തകം നിരന്തരമായിരുന്ന് വായിച്ചുകൊണ്ട് ഇതിൻ്റെ പുസ്തകത്തിൻ്റെ സത്ത അതിൽ തന്നെ ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ട് ജ്യോതിഷിനോടൊപ്പം നിന്നതിൻ്റെ ഒരു സംഗതി. റൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ജസ്റ്റിൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് രണ്ടാം പകുതിക്ക് ശേഷത്തിൻ്റെ രണ്ടാം ഭാഗത്തോടെ എത്തുമ്പോഴത്തേക്ക് ഇതൊരു കമേഴ്സ്യലി ഈ ഒരു സാഹിത്യകൃതിയാണ്. അതിനെ ലിഫ്റ്റ് ചെയ്തെടുക്കാനായിട്ടുള്ള നിർണായകമായ ഒരു കഥയുള്ള വഴിത്തിരിവ് കമേഴ്സ്യൽ സിനിമയിലെ ഒക്കെ പ്രവർത്തിച്ച, പ്രത്യേകിച്ച് മിന്നൽ മുരളി പോലുള്ള വളരെ വിജയിച്ചൊരു സിനിമയുടെ കോറേറ്ററായിരിക്കുന്നതിൻ്റെ പരിചയത്തിലുള്ള കമേഴ്സ്യൽ സിനിമയുടെ നിന്നുള്ള ജസ്റ്റിൻ്റെ പരിചയം. പിന്നെ ഈ ചേച്ചി രാജേഷ്, ഇവിടെ ഇരിക്കുന്ന ആർട്ടിസ്റ്റുകൾ ഓരോരുത്തരെയും
ഹാൻഡ് പിക്ക് ചെയ്ത് എടുക്കുകയായിരുന്നു. ജ്യോതിഷിൻ്റെ ടീമും അവരൊക്കെ അതിൻ്റെ അകത്ത് ജീവിക്കുകയായിരുന്നു. നമ്മുടെ കയ്യിൽ ഒരു 10 കോടി രൂപയാണെങ്കിൽ നമ്മൾ ഇവിടെ വന്നിരിക്കേണ്ട കാര്യമുണ്ട്? ഞാൻ ഇവിടെ വന്നിരിക്കേണ്ട കാര്യമുണ്ട്? അതില്ല. 100 രൂപയ്ക്ക് ചാള കിട്ടും, നെമ്മീൻ കിട്ടോടെ. പ്രതലം എന്നുള്ള രീതിയിൽ മൺറോത്തുരത്തിൽ ചിത്രീകരിച്ചു എന്നുള്ള മാത്രമേ ഉള്ളൂ. തലവെട്ടിച്ചിറ എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക പ്രദേശമാണ്. ഒരു സാങ്കല്പിക പ്രദേശം. കായലിൻ്റെ വശത്തുള്ള ഏത് നാടും ഏത് സ്ഥലങ്ങളും വേണമെങ്കിൽ വരാമായിരുന്നൊരു സ്ഥലം. നമുക്ക് അതിൻ്റെ അടുത്ത് വേണ്ടതെന്ന് വെച്ചാൽ ഈ സ്ഥലത്ത് ചെന്ന് ഈ പയ്യന് ഈ സ്വർണ്ണത്തെരിച്ചെടുത്തുകൊണ്ട് വരാൻ എളുപ്പമുള്ള കാര്യമല്ല. വളരെ ഒരു മല പോലെ നിൽക്കുന്ന ഒരു ദുർഗമാണ്. പിന്നെ ഈ സാധാരണ മനുഷ്യൻ, സാധാരണ ശരീരപ്രകൃതിയുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രദേശവും അതുപോലെ ഭീമാകാരമായ രീതിയിലും ഉള്ളൊരു പ്രദേശമാവുകയും ഇതും വേണമെന്നുള്ള ഒരു പേഴ്സണലൈസേഷൻ അല്ല ഒരു പിക്ചറൈസേഷന് വേണ്ടിയുള്ള ഒരു സ്ഥലത്തിന് കണ്ടെത്തിയത് മാത്രമേ ഉള്ളൂ. അതൊരു ഒരു 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 സാങ്കല്പിക സ്ഥലമാണ്. പക്ഷേ ഏത് സ്ഥലക്കാർക്കും ഞങ്ങളുടെ ഭാഗങ്ങളുടെ ഇത് ഉണ്ടെന്ന് തോന്നിപ്പിക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊരു ആർട്ടിൻ്റെ സ്വഭാവമാണ്. അഭിനയിച്ചിട്ടുണ്ട്, ഇടയ്ക്കും മുറയ്ക്കും അങ്ങനെ. ദീർഘമായ ഞാൻ ആദ്യം അഭിനയിക്കുന്ന സ്വരൂപമാണ് കെ ആർ മോഹൻ്റെ. അതിൽ നായികയായിരുന്നു. അതിനുശേഷം പിന്നെ ഈ സുഹൃത്തുക്കളുടെ നിർബന്ധം, VKP എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പം അവനിങ്ങനെ നിർബന്ധിക്കുമ്പോൾ ചെറിയ വേഷമാണ്, പക്ഷേ ശ്രദ്ധിക്കുന്നൊരു വേഷം, അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ആത്മസംഘർഷം എന്ന് പറഞ്ഞാൽ ഇത് വിട്ടുപോകാൻ കുറേ പ്രയാസമായിരുന്നു. അത്രമാത്രം ഡെപ്തുള്ളൊരു ക്യാരക്ടറായിരുന്നു. അപ്പം നമ്മൾ ഒരെണ്ണം ഇഷ്ടപ്പെട്ടു പോകുമല്ലോ, ചില കഥാപാത്രങ്ങൾ പറയുമ്പോൾ ഇഷ്ടപ്പെട്ടു പോകും. ജ്യോതിഷ് എനിക്ക് ഈ ബുക്ക് തന്നിട്ട് ഇത് വായിക്കാൻ പറയുന്നു, ഞാൻ സംവിധാനം ചെയ്യാൻ പോകുന്നു. ഞാൻ വിചാരിച്ച അനുഗ്രഹം തേടി വന്നായിരിക്കുന്നതാണ്. അപ്പോൾ ജ്യോതിഷ് പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ആർട്ട് ഡയറക്ടറായിരുന്നു ഞങ്ങളുടെ സീരിയലിൻ്റെ. അവിടെ നിന്നാണ് അവൻ ഫൈനൽ എക്സാം എഴുതാൻ പോകുന്നത്. ഞാൻ നിർബന്ധിച്ച്, ഇവൻ ജോലി ഭ്രാന്തനാണല്ലോ, ഇവന് പിന്നെ വേറൊന്നും ചിന്തയില്ല, ആ ജോലി മാത്രമാണ്, വർക്കഹോളിക്കാണ് ഭയങ്കര. അപ്പോൾ ഇവൻ അവിടെ നിന്ന് ജോലി ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്കൊന്ന് മൂഡ് ഔട്ടാവും. അപ്പോൾ ഞാൻ കൺട്രോളറോട് ചോദിച്ചു, ആ പയ്യൻ എന്താ ഇടയ്ക്കിടയ്ക്ക് മൂഡ് ഔട്ട് ആവുന്നത് എന്താണെന്ന് ചോദിച്ചു. ചെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് പറയുന്നത് പരീക്ഷയാണ്, ഫൈനൽ എക്സാമാണ്. അവനിവിടെ ഇത് ഞാനങ്ങനെ വിളിച്ച് വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജോലി പിന്നെ പരീക്ഷ എഴുതിയിട്ട് വന്നു. പിന്നെ പരീക്ഷ എഴുതിയിട്ട് ഇനി ഇങ്ങോട്ട് വരേണ്ടി വന്നില്ല. പിന്നെ അവൻ വലിയ സിനിമയിലെ വലിയ ആർട്ട് ഡയറക്ടറായി, സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ് മേടിക്കാൻ പോകുകയാണ്. അങ്ങനെ അവൻ്റെ വളർച്ചയിൽ എന്നും നമുക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഞാൻ വിചാരിച്ച് ആദ്യം അവസരം കൊടുത്ത ഒരാളിനോട് അനുഗ്രഹം തേടുക സ്വാഭാവികമാണല്ലോ. അപ്പോൾ അങ്ങനെ വന്നതെന്ന് വെച്ചിട്ട് ഈ ബുക്ക് 2 കഴിയുന്നിട്ട്, അപ്പോൾ ഇന്ദുഗോപൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഒരാളാണ്, എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ വായിച്ചിട്ടില്ല, വായിക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നാണ് പറയുന്നത് ഇതിൽ ആഗ്നസ് തന്നെ ക്യാരക്ടറുണ്ട്, അത് ചേച്ചി തന്നെ അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പം ഒരാൾ നമ്മളിൽ ഒരു വിശ്വാസം അർപ്പിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു നടിയെ സംബന്ധിച്ചിട്ട്, ഒരു ആക്ട്രസ് സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. പിന്നെ അത് പൂർണ്ണമായി അതിന് നമ്മൾ എന്താ പറയുന്നത് സമർപ്പിക്കുക തന്നെ ചെയ്യണം. അപ്പോൾ ഒരുപാട് ഞാൻ എന്താ പറയുന്നത് ആദ്യമൊക്കെ എനിക്ക് ഒന്ന് ട്യൂണായി വരാൻ ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു. എന്നാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി, കാരണം എന്നിൽ അർപ്പിച്ച വിശ്വാസം ഉണ്ടല്ലോ, അത് പാലിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കഠിനമായി പരിശ്രമിച്ചത്. ആ രാത്രികളിലൊന്നും ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. വീണ്ടും ഈ സിനിമ കാണുമ്പോൾ ഞാൻ ഏതൊരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയെന്നുള്ളത് അതൊരു വലിയൊരു യാത്രയാണ്. ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പം സന്തോഷം തോന്നുന്നു, അന്നൊക്കെ എനിക്ക് ടെൻഷനായിരുന്നു. അപ്പോൾ എൻ്റെ മകൻ ഞാൻ പറഞ്ഞു എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു, എന്താടാ കാര്യം അപ്പം അവൻ പറഞ്ഞു അമ്മയ്ക്ക് ജീവിതത്തിൽ ആ സമയത്ത് കുറേ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു, അതായിരിക്കും അമ്മ അവിടെ കാണിച്ചതെന്ന് പറഞ്ഞു. കാരണം 2 സീരിയൽ ഒരേ കണക്ക് പോയിക്കൊണ്ടിരിക്കുക ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിട്ടിട്ടാണ് ഞാൻ ഇവിടെ അഭിനയിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വരുന്ന ഓരോ പ്രശ്നങ്ങളായിരിക്കുമല്ലോ, ഓരോ ഇത് നോക്കുമ്പം പ്രശ്നങ്ങളാണ്. ആ പുറത്ത് സംഘർഷം, ഇതിനകത്ത് സംഘർഷം. അപ്പോൾ ഇതെല്ലാം കൂടെ ഈ കഥാപാത്രത്തിൽ സന്നിവേശിപ്പിക്കാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ മകൻ പറഞ്ഞാണ് ശരിക്കും പറഞ്ഞ സത്യം. നമ്മളൊരു കഥയില്ലാത്തവരാണ് എന്നുള്ള അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് കഥയുണ്ടെന്ന് ഇന്ദുഗോപനെ പോലെയുള്ള ഒരാൾ കണ്ടെത്തുമെന്ന് പറയപ്പെടും. അതൊരു വലിയൊരു സന്തോഷമാണ്. പിന്നെ മറ്റൊന്ന്, ഇതിൻ്റെ തുടക്കം തന്നെ ഇന്ദുഗോപൻ കാറ്റു പിടിക്കുന്ന തലമുടിയുമായി ഓട്ടോറിക്ഷയിൽ വരുന്ന മാർക്കണ്ഡേയ ശർമ്മ എന്ന് എഴുതിയപ്പോൾ തന്നെ ഇത് വായിച്ച പല ആളുകളും എടാ നീയാന്നോടാ നാടകം കളിച്ചേച്ച് വരുന്ന ശർമ്മ, പലരും വിളിച്ചേച്ച് ചോദിക്കും. അതിൽ ഭയങ്കര ഒരു കഥയുടെ ഭാഗമായിട്ട് നമ്മൾ, ഇല്ലെങ്കിൽ ഒരു നോവലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വരിക എന്നൊക്കെ പറയുന്നൊരു സന്തോഷമുണ്ടല്ലോ.
ഭാഷനും അത് ഞാനും ഭാഷനും അത് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു കഥാപാത്രത്തെ ദീപക് ചെയ്യുകയും ഞാൻ ഇതിനകത്തെ വേറൊരു ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഒരു അച്ഛൻ, ഇതിനകത്ത് മണിക്കുട്ടൻ അച്ഛൻ എന്ന് പറയുന്ന ശരിക്കുള്ള അച്ഛൻ്റെ പേര് വേറെയാണ്, അച്ഛൻ്റെ ക്യാരക്ടർ ചെയ്യുകയും എൻ്റെ പേരുള്ള ക്യാരക്ടറുമായിട്ട് എനിക്ക് കോമ്പിനേഷൻ ഉണ്ടാവുകയും ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു ഇതാണ്. ഒരു വല്ലാത്തൊരു അനുഭവമാണ്. അപ്പോൾ അങ്ങനെ ഒരു മധുരം. പിന്നെ ജ്യോതിഷ്, എനിക്ക് ഈ മോന്തായത്തിനകത്ത് നേരത്തെ ഇവിടെ പറഞ്ഞു പലരും അവരുടേതായിട്ടുള്ളൊരു മേച്ചിൽപ്പുറം കണ്ടെത്തി എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇന്ദുഗോപൻ ഇതിനകത്ത് കണ്ടെത്തിയ BP അജേഷ് ഉണ്ട്. ഇത് ഞങ്ങളിൽ പലർക്കും ഉള്ളൊരു എലമെൻസാണ്. ഇങ്ങനെ വള്ളി പിടിക്കുക എന്ന് പറയുന്നത് അറിയാമല്ലോ, സനലിനൊക്കെ നന്നായിട്ട് അറിയാമല്ലോ. എല്ലാ മാസവും എന്തെങ്കിലുമൊക്കെ വള്ളികളുണ്ടാവും, അതിനകത്ത് പിടിച്ച് തൂങ്ങുക, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ വല്ലാണ്ട് എൻഗേജ് ആകുക, അതിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ PP അജേഷിൻ്റെ ഒരു ഇത് എല്ലാ മനുഷ്യരിലും ഉണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മുഴുവൻ ആളുകളുടെ ഉള്ളിലും ഈ PP അജേഷ് എന്ന് പറയുന്നൊരു എലമെൻസ് കിടപ്പുണ്ട്. നമ്മൾ നോക്കുമ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ ആ PP അജേഷിനെ കണ്ടെത്താൻ പറ്റും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ശീലമുണ്ടായത് ഈ മോന്തായം എന്ന് പറയുന്നൊരു കൂട്ടായ്മ ഉണ്ടാവുകയും അതിനകത്ത് ഒരുമിച്ച് നിന്ന് സംഘാടകരായി പല ഇടങ്ങളിൽ പലതരം വള്ളികളിൽ പിടിച്ച് തൂങ്ങുകയും ധാരാളം അനുഭവങ്ങളുണ്ടാക്കുകയും ഒക്കെ ചെയ്തതിലൂടെയാണ്. അപ്പോൾ അക്കൂട്ടത്തിലൊരാൾ ആർട്ട് ഡയറക്ടറായിട്ട് വളരെ ഉയരങ്ങളിലേക്ക് എത്തി, അവിടെ നിന്ന് സംവിധായകൻ എന്ന് പറയുന്നത് ഇവരുടെ ഒരു 5-6 വർഷം, ഈ ചെറിയ കാലയളവല്ല, ഈ കൊല്ലത്തെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്ദുഗോപനും ജ്യോതിഷും നടത്തിയിട്ടുള്ളത്. വളരെ അടുത്ത് നിന്നറിയാവുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ജ്യോതിഷിൻ്റെ വളരെ പരിതാപകരമായിട്ടുള്ളൊരവസ്ഥയിൽ പോലും ജ്യോതിഷ് വിടാതെ കൊല്ലവും എറണാകുളവും എനിക്ക് തോന്നുന്നു ഒരു 2 വർഷത്തോളം വേറെ ഒരു വർക്കും ചെയ്യാതെ ജ്യോതിഷ് ഈ സിനിമയുടെ പുറകിലായിരുന്നു.